ഹായ് ഗൈസ്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. പുതിയതല്ല, ഡൊണാൾഡ് ട്രംപ് ഇത് ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യമാണ്. അതായത് ബ്രിക്സ് പ്ലസ് രാജ്യങ്ങൾ, അതായത് മെയിനായിട്ടും പറയുകയാണെങ്കിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങളിലും 3 രാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് പുതിയതായിട്ട് ഡോളറിന് എതിരായിട്ട്, അതായത് ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിക്കൊണ്ടുകൊണ്ട് ബ്രിക്സിന് തനിച്ചായിട്ട് ഒരു കറൻസി ലോഞ്ച് ചെയ്യുക. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ അമേരിക്കയുടെ ഈ ഡോളർ ആധിപത്യം നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഒരു യുദ്ധം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനി അമേരിക്കനെ കൂടുതൽ പേടിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മളും എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പുതിയൊരു സ്റ്റെപ്പിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വരികയും ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കയ്ക്ക് എതിരെ ആരേലും എന്തേലും കറൻസി ലോഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡോളറിനെ എടുത്തു കളയുന്ന വല്ല പദ്ധതികളും ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ആ രാജ്യങ്ങൾക്കെതിരെയല്ല തന്നെ 100% ടെറിഫിക് കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇതിൽ വല്ല റിവേഴ്സ് എഫക്റ്റും വരുമോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്കറിയാം, അതായത് അമേരിക്ക എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് എടുക്കുന്നതെന്ന്. അതായത് ഡോളറിന് പകരം ഒരു കറൻസി വരികയാണെങ്കിൽ എന്താണ് അമേരിക്കയ്ക്ക് ഇതിലുള്ള പ്രശ്നം എന്നറിയാം. പ്രശ്നമെന്ന് പലർക്കും ചോദിക്കാം. അപ്പോൾ അമേരിക്കയുടെ എക്കണോമി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 25 ട്രില്യൺ ആ ഒരു എമൗണ്ട് ആണെന്ന് വെച്ചോ. അവരുടെ കടം എന്ന് പറയുന്നത് 35 ട്രില്യണിലും അധികമാണ്. അതായത് GDP-നെക്കാട്ടിലും കൂടുതലായിട്ടും കടമാണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ ഈ കടം അടയ്ക്കാൻ അവർ എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് അവര് കൂടുതലായിട്ടും ഡോളർ പ്രിന്റ് ചെയ്യുകയും ആ ഡോളർ വെച്ച് ഉപയോഗിച്ച് അവർ ഈ കടം സെറ്റിൽ ചെയ്യാനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡോളർ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ വാങ്ങി റിസർവ് ആയി വെക്കുന്നതുകൊണ്ട് തന്നെ ഡോളറിന്റെ മതിപ്പ് കുറയുന്നുമില്ല. ഇതുകൊണ്ട് അമേരിക്ക ഇതുകൊണ്ട് സിമ്പിളായി ടാക്കിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നോക്ക്, അതായത് അമേരിക്കയ്ക്ക് എതിരായി നിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ തന്നെ എടുത്തു നോക്ക്. അതായത് റഷ്യ ഉക്രൈൻ വാർ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക അതായത് റഷ്യക്കെതിരെ കുറേയധികം സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. ഇതുകൊണ്ട് എന്തായി, അതായത് റഷ്യക്ക് ഡോളർ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവർ വാങ്ങിവെച്ച സോവറിൻ ബോൺസും അങ്ങനെയുള്ള ബോൺസുകളെല്ലാം തന്നെ, അതായത് അമേരിക്കൻ ഡോളറിന്റെ ബോൺസുകളെല്ലാം തന്നെ വെറുതെ ഇല്ലാണ്ടായി പോയി. അതുപോലെ തന്നെ റഷ്യയുടെ അസറ്റ് എല്ലാം തന്നെ ഇവർക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഡോളർ വെച്ചുകൊണ്ട് തന്നെ അമേരിക്ക ഈ ജനങ്ങളെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്കും അറിയാം, അതായത് ഈ ഡോളർ എന്ന് പറയുന്ന സംഭവത്തിനെ മറിച്ച് എന്തേലും പുതിയതായി വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡോളറിന് പ്രശസ്തി ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ കളിക്കുന്ന കളിയൊന്നും കളിക്കാനും പറ്റില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡോളറിന് ഒരിക്കലും കൈവിടാൻ തയ്യാറാവാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് ഡോളറിന് മറിച്ച് ബ്രിക്സ് കറൻസിയാണ് വരുന്നത് എന്ന് നോക്കുക. അതിലുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ചൈന, ഇന്ത്യ. ചൈനയാണെങ്കിൽ അതായത് അമേരിക്കയ്ക്ക് തന്നെ കോമ്പറ്റീഷൻ ആയിട്ട് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സെക്ടറിലും ലീഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ചൈന. അപ്പോൾ ഈ കറൻസി വരികയാണെങ്കിൽ അതായത് കൂടുതലായിട്ടും എഫക്റ്റീവ്നെസ് ചൈനയ്ക്ക് കൊണ്ടുവരുത്താനും പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ ആണെങ്കിൽ ലീഡിംഗ് മാർക്കറ്റ് ഉള്ള ഒരു രാജ്യവും, അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പോപ്പുലേഷൻ ഒക്കെ ഉള്ള രാജ്യവും. ഇതുകൊണ്ട് കൺസ്യൂമിങ് പവറും നമ്മുടെ അടുത്തുണ്ട്. ഇനി റഷ്യ ആണെങ്കിൽ ഡിഫൻസ് പരമായിട്ടുള്ള എക്സ്പേർട്ടുകളും ഓയിൽ പരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഈ 3 സെക്ടറുകളും ഈ 3 രാജ്യങ്ങൾ തന്നെ തീരുമാനിച്ചാൽ തന്നെ ബ്രിക്സ് കറൻസി ഡോളറിനെ വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡോളറിനും അറിയാം. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും അമേരിക്കന്റെ അതായത് അലൈസ് ആയ ഗ്രൂപ്പുകൾക്കും ഇത് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇത് ഒരിക്കലും വരരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു അതായത് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് ഡോളറിന് എതിരായി ചെയ്തു കഴിഞ്ഞാൽ 100% ട്രാഫിക് ബ്രിക്സ് കറൻസികൾക്ക് അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഞാൻ ഇമ്പോസ് ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും 100 ലാപ്ടോപ്പുകൾ വിടുക. അപ്പോൾ നമ്മൾ ബ്രിക്സ് കറൻസി ഇമ്പോസ് ചെയ്യുമ്പോൾ അതായത് ബ്രിക്സ് കറൻസി നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതായത് ഈ ഡൊണാൾഡ് ട്രംപ് 100% ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. ഇതുകൊണ്ട് എന്താവുന്ന വെച്ചാൽ അതായത് ഒരു ലാപ്ടോപ്പിന് 45,000 രൂപ വെച്ചാണ് അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ട്രാഫിക് കൂടുമ്പോൾ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നമ്മുടെ സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് 100% ട്രാഫിക് അതിൽ വീണ്ടും കൂട്ടുന്നതുകൊണ്ട് ഈ 45,000 എന്ന് പറയുന്ന ലാപ്ടോപ്പ് 45,000 എന്ന് പറയുന്നത് 90,000 റേഞ്ചിലോട്ട് പോകും. ഇതുകൊണ്ട് എന്തായി, അതായത് 90,000 രൂപേന്റെ വാല്യൂവിന്റെ സാധനമല്ല നമ്മൾ കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്താ, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ലാപ്ടോപ്പും അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡിലുള്ള ആ കമ്പനികളുടെ ഒപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ട്രാഫിക് കൂടുതലായതുകൊണ്ട്. ഇതുകൊണ്ട് എന്താവുന്ന വെച്ചാൽ അതായത് ഈ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പോകുന്ന സാധനങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ വിറ്റ് പോകാതെയാവും. ഇതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട്
വളരെ രീതിയിൽ ബാധിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അമേരിക്കയ്ക്കും അറിയാം അതായത് ഡോളർ വീക്ക് ആയിക്കൊണ്ടേ വരികയാണ്. അതായത് 2000, 1999, 2000 ആ കാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 70% രാജ്യങ്ങളും റിസർവ് ആയി വെച്ചുകൊണ്ടിരുന്നത് ഗോൾഡ് ആയിരുന്നു. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ 2024 മുൻപത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് 59 ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ വാർ ഇങ്ങനെ നീണ്ടുപോകുന്നതോടും അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേ വരികയാണ്. കാരണം പ്രധാനമായിട്ടും ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഡോളറിന് പകരമായിട്ട് ഇപ്പോൾ ഗോൾഡ് ആണ് എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നത്. അതുകൊണ്ട് തന്നെ അതായത് അമേരിക്ക സാങ്ഷൻസ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതായത് ഈ ഗോൾഡ് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചോ അല്ലെങ്കിൽ മോർഗേജ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിറ്റുകൊണ്ടോ അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ഈ അമേരിക്കനെ പേടിക്കേണ്ടാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും അതായത് ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ അതായത് ഏകദേശം നല്ല രീതിയിൽ അതായത് ഈ US ഡോളറിന്റെ റിസർവേഴ്സ് ഉണ്ട്. കാരണം അതാണ് ഇപ്പോഴും ട്രേഡിങ് ചെയ്യുന്നതിന്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് 1940 ആ ഒരു കാലഘട്ടങ്ങൾ അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ മുന്നല്ല തന്നെ അതായത് UK പൗണ്ട് ആയിരുന്നു ലോകം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അമേരിക്കൻ ഡോളർ വരികയും ഇങ്ങനെ ആൾക്കാർ അത് സ്വിച്ച് ആയതുകൊണ്ട് അതായത് പൗണ്ടിനെ ഇന്ന് അധികം ആൾക്കാർ റിസർവ് ആയി വെക്കാതിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായി അതായത് പൗണ്ടിന്റെ വാല്യൂ അതായത് പൗണ്ടിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങി. അതേ രീതിയിൽ ഡോളർ അവിടെ കുതിച്ചു കയറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് UK പവറും കുറയാൻ വന്നു. അതേപോലെ തന്നെ ഇനി ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ ഇതേപോലെ ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കറും പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഡോളറിനെ റീപ്ലേസ് ചെയ്യണം, അതായത് ഡോളറിന് പകരമായിട്ടൊന്നും വേണം, പക്ഷെ അത് ബ്രിക്സ് കറൻസി ആണെന്ന് ആവശ്യമില്ല. പക്ഷെ അതായത് സ്വന്തം കറൻസിയിൽ അതായത് ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, ചൈനയുടെ യുവാൻ ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ റഷ്യയുടെ ഇതിൽ ട്രേഡ് ചെയ്യാം. അങ്ങനെ ലോകം മുഴുവൻ അവരവരുടെ അതായത് കൺട്രിയിൽ ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അതും ഒരു സിമിലർ രീതിയിലോട്ട് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെങ്കിലും അതായത് ഇപ്പോൾ ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാവും എന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷെ അതുകൊണ്ട് റിവേഴ്സ് എഫക്റ്റും വരാൻ സാധ്യതകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഈ 45,000 രൂപ കൊടുത്ത് കിട്ടിക്കൊണ്ടിരുന്ന ലാപ്ടോപ്പ് 90,000 എത്തുമ്പോൾ എന്താവും, അതായത് ഈ ലാപ്ടോപ്പുകൾ അതായത് ഇന്ന് അമേരിക്കൻ കമ്പനീസിന്റെ എല്ലാം തന്നെ പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ആ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടും. അതായത് ഈ ഇൻഫ്ലേഷൻ കൂടുന്നതുകൊണ്ട് എന്താവും, അതായത് അവിടെയുള്ള ആൾക്കാർക്ക് അത് താല്പര്യപ്പെടാതെയാവും. അതുകൊണ്ട് അതായത് ഇപ്പോൾ 5 രൂപേന്റെ പെൻഷൻ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ വരുന്നതുകൊണ്ട് 15 രൂപ കൊടുക്കാൻ തുടങ്ങിയാൽ ആൾക്കാർക്ക് താല്പര്യപ്പെടുമോ? ആൾക്കാർക്ക് എന്തായാലും താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതായത് ട്രംപിന് തന്നെ ഇത് റിവേഴ്സ് എഫക്റ്റും വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ ഷെയർ. സീ യു നെക്സ്റ്റ് വീഡിയോ.